എല്ലാവർക്കും നമസ്കാരം. പുതിയ തലമുറയിൽപ്പെട്ട, അതായത് ഭാവിയിൽ വിവാഹം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോഴത്തെ തലമുറയിൽ അങ്ങനെയുള്ളവർ കുറവാണ്. എല്ലാവരും തന്നെ വിവാഹമൊന്നും വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും കൂടെ കേട്ട് കഴിഞ്ഞാൽ അവരും കൂടെ ചിലപ്പോൾ ഈ പരിപാടിക്കൊന്നും പോകണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അങ്ങനെ പറയുന്നതാണല്ലോ നല്ലത്. കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ മാറ്റി പറയേണ്ടി വരും. എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. വളരെ നേരത്തെ, ഏതാണ്ട് ഒരു 25 വയസ്സുള്ളപ്പോൾ തന്നെ ജാതകമോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. നേരത്തെ വിവാഹം കഴിച്ച ഒരു യുവാവാണ്. അല്ലെങ്കിൽ നാട്ടുകാർ തന്നെ അന്ന് ഇതെന്തിന് ഇത്രയും നേരത്തെ കിട്ടുന്നേ എന്നൊക്കെ ചോദിച്ച ഒരു സമയമാണെന്നാണ് പറഞ്ഞത്. ഈ പെൺകുട്ടിയും ഏകദേശം അതേ ഏജ് തന്നെയായിരുന്നു. ഇവർ തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല. വിവാഹം കഴിഞ്ഞൊരു 4 വർഷമൊക്കെ ആകാറായപ്പോൾ തന്നെ ഒരു കൊച്ചുണ്ടായിരുന്നു. ഇവർ ഡിവോഴ്സ് ചെയ്യുകയാണ്. പല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് തന്നെയാണ് ഡിവോഴ്സ് വേണം എന്ന് ആവശ്യപ്പെട്ടത്. ഇയാൾ നല്ലൊരു IT കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്. നല്ല രീതിയിൽ സാലറി ഒക്കെ ഉണ്ട്. അത്യാവശ്യം കുടുംബപരമായിട്ടും ഒക്കെ ഒത്തിരി സ്വത്തുള്ള ഒരു വീടാണ്. ഇയാളുടെ സ്വത്തിൻ്റെ പകുതിയും അല്ലെങ്കിൽ മുഴുവനും തന്നെ ജീവനാംശമായിട്ട് വേണം എന്നൊക്കെയുള്ള ഡിമാൻഡുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഡിവോഴ്സ് പെറ്റീഷനൊക്കെ കൊടുക്കുന്നത്. അതുപോലെ കൊച്ചിനെ വേണം, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ഇയാളുടെ വക്കീൽ പറഞ്ഞു കൊടുത്തൊക്കെ അനുസരിച്ചിട്ട്, അതായത് ഭാര്യയ്ക്ക് എന്തെങ്കിലും അവിഹിതമുണ്ട് എന്നൊക്കെ തെളിയിക്കാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവനാംശം ഒന്നും കൊടുക്കാതിരിക്കാൻ അങ്ങനെ എന്തോ വകുപ്പുണ്ടെന്നൊക്കെ പറയുന്നു. എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. മുൻപേ തന്നെ ഇങ്ങനെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവരതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചില പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികളെ തന്നെയൊക്കെ സമീപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഈ കഥ മുഴുവൻ, അല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ പാസ്റ്റ് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അറിയാനായിട്ട് സാധിച്ചപ്പോഴേക്കും ജീവനാംശമായിട്ട് മുഴുവൻ സ്വത്തും കൊടുത്താലും കുഴപ്പമില്ല, ഇതിനെ തലയിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലായ അയാൾ. പിന്നീട് ഡിവോഴ്സൊക്കെ കിട്ടി. ഈ പറഞ്ഞ പല കാര്യങ്ങളും തെളിയിക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ ഒറ്റ പൈസ കൊടുക്കേണ്ടി വന്നില്ല. കാശ് കിട്ടാത്തതുകൊണ്ട് തന്നെ കൊച്ചിനെ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കൊച്ചിനെയും ഇയാൾക്ക് തന്നെ കിട്ടുകയാണ് ചെയ്തത്. നിലവിൽ രണ്ടുപേരും വേറെ വിവാഹം കഴിച്ചു. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കഥാനായികയുടെ പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് ഇന്ന് സർവ്വസാധാരണമായിട്ട് പലരിലും നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇതൊന്നും കേട്ടിട്ട് ആരും ഇഷ്ടപ്പെടാതിരുന്നിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഇതൊന്നും അല്ല, ഇതിനപ്പുറമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ കേരളത്തിലും, അത് കൊച്ചിയിലെ ഏതെങ്കിലും സിറ്റിയിലോ ഒന്നും മാത്രമൊന്നും അല്ല, നാട്ടുംപുറങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ലോക്ക്ഡൗണിനൊക്കെ ശേഷം ഈ മൊബൈൽ ഫോണിനൊക്കെ ആളുകൾ ഇത്രയധികം അഡിക്റ്റ് ആയതിനൊക്കെ ശേഷം അത് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു +2 കഴിഞ്ഞപ്പോഴേക്കും ഈ പെൺകുട്ടി, അല്ലെങ്കിൽ നമ്മുടെ നായിക, ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി, ആ സിറ്റിയുടെ പേര് പറയുന്നില്ല കാരണം അങ്ങോട്ട് പോകുന്നവരൊക്കെ മോശക്കാരാണ് എന്ന് ഇപ്പോൾ തന്നെ ഒരു ക്ലീഷയുണ്ട്, ഇന്ത്യയിലെ ഒരു സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുന്നു. അവിടെ ചെന്നിട്ട് ഒരാളുമായിട്ട് പരിചയപ്പെടുന്നു. പിന്നീട് ഈ പെൺകുട്ടി കോഴ്സ് പഠിക്കുന്നതൊന്നും വീട്ടുകാർ നോക്കുമ്പോൾ ഹോസ്റ്റലിൽ നിന്നിട്ടാണ്. ഇടയ്ക്കൊക്കെ വീട്ടിലേക്കും വരുന്നുണ്ട്. പക്ഷെ അവിടെ പരിപാടി എന്ന് പറഞ്ഞാൽ, അവിടെ പരിചയപ്പെട്ട ഒരാൾ, അവിടുത്തുകാരൻ അത്യാവശ്യം കാശുള്ളൊരു വീട്ടിലെ പയ്യനാണ്. അതായത് അന്നത്തെ പ്രായം എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു 20 വയസ്സ് കാണും. വീട്ടിൽ കാശുള്ളതുകൊണ്ട് തന്നെ അയാൾ ആ സിറ്റിയിലൊരു വീട് റെൻറ്റിനെടുത്തിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ പെൺകുട്ടിയുടെ നഴ്സിംഗ് കോളേജിനടുത്ത് തന്നെ ഇവർ വീടെടുക്കുന്നു. നല്ല സൗകര്യമാണ്, പോയി വന്നാൽ മതി. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ, അന്ന് തന്നെ ഇത് സർവ്വസാധാരണമാണ്. അവരുടെ ആ ഒരു കോളേജിലാണെങ്കിൽ പോലും പലരും ഇതുപോലെ കോളേജിൽ വലിയ നോട്ടമൊന്നുമില്ല. ഇവരെവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ക്ലാസ്സിൽ വരുന്നുണ്ടോ, മാർക്കുണ്ടോ, ഇതൊക്കെ മാത്രമാണ് അവിടെ ശ്രദ്ധിക്കുന്നുള്ളൂ. അവിടെയുള്ള പലരും ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഹോസ്റ്റലിലെ ഈ മോശം ഭക്ഷണം കഴിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട, കേരളത്തിലെ ഇതുപോലെയുള്ള സാധാരണ ഗ്രാമങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഒരു സിറ്റി ലൈഫിൻ്റെ എല്ലാ സ്വാതന്ത്ര്യത്തിലേക്കും ചെല്ലുമ്പോൾ അവിടെ പലവിധ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷനുകളുമുണ്ട്. അതിനിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുന്നതാണെങ്കിലും, വിവിധ ഫാഷനിലുള്ള ഡ്രസ്സുകൾ വാങ്ങുന്നതാണെങ്കിലും, മേക്കപ്പ് ചെയ്യുന്നതാണെങ്കിലും, പലതും വാങ്ങുന്നതാണെങ്കിലും ഇതിനൊക്കെ പണം വേണം. ഇതിനിടയിൽ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ നിക്ഷേപം ആരംഭിക്കാം എന്ന് പലർക്കും ഉള്ളൊരു സംശയമാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തുകയാണ് മാർക്കറ്റ് വൂൾഫ്. മാർക്കറ്റ് വൂൾഫ് സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് ഇയർലി മെയിൻ്റനൻസ് ചാർജുകളോ മറ്റ് ഹിഡൻ ഫീസുകളോ ഒന്നും ഇല്ലാതെ വെറും 99 രൂപയുടെ വൺ ടൈം ലൈഫ് ടൈം ഫീ നൽകിക്കൊണ്ട് ട്രേഡിംഗ് ആരംഭിക്കാം. ഇത് ഉപയോഗിക്കുന്ന എത്ര എളുപ്പമാണെന്ന് നോക്കിയാൽ പിൻ നമ്പർ നൽകി ലോഗിൻ ചെയ്യുന്നു. ഇവിടെ ഫോളോ ട്രെൻഡ് എന്നൊരു ഫീച്ചർ കാണാം. ഈ ഫീച്ചർ നിങ്ങൾക്ക് റിയൽ ടൈം മാർക്കറ്റ് ട്രെൻഡ്സ് കാണിച്ചു തരികയാണ്. ഒരൊറ്റ ക്ലിക്കിലൂടെ നിങ്ങൾക്കും അത് ഫോളോ ചെയ്യാം.
ചെയ്യാം. മറ്റൊരു പ്രധാന ഗുണം, വളരെ കുറച്ച് തുക ഉപയോഗിച്ച് പോലും നിങ്ങൾക്കിവിടെ ട്രേഡിംഗ് ആരംഭിക്കാം. വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് ഒരു ഇൻബിൽറ്റ് സ്മാർട്ട് സ്റ്റോപ്പ് ലോസ് ഫീച്ചറും ഇവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്യുന്നു. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ 1476 രൂപ ലാഭം ബുക്ക് ചെയ്തത് കാണാം. മാർക്കറ്റ് വുൾഫ് നിങ്ങൾക്ക് ഫ്രീ ട്രേഡ് റെക്കമെൻഡേഷൻസും നൽകുന്നുണ്ട്. അതനുസരിച്ച് പലരും നല്ല ലാഭം ബുക്ക് ചെയ്തതായിട്ട് കാണാം. ആദ്യത്തെ മാസത്തിൽ 57,170 രൂപ, രണ്ടാമത്തെ മാസത്തിൽ 70,468 രൂപ, മൂന്നാമത്തെ മാസം 59,696 രൂപയും ലാഭം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലാഭത്തിനൊന്നും മാർക്കറ്റ് വുൾഫ് യാതൊരുവിധ കമ്മീഷനും ഈടാക്കുന്നില്ല. ഇന്ത്യയിൽ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വളരെ സിമ്പിൾ ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണിത്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇതിനൊക്കെ പണം വേണം. വീട്ടിൽ നിന്ന് അത്രയും പോക്കറ്റ് മണി ഒന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ചുറ്റി നടക്കാം. പല ചെലവുകളും ഇവർ നോക്കിക്കോളും. എന്തിനും ഏതിനും ഒന്ന് പറഞ്ഞാൽ മാത്രം മതി, കാര്യങ്ങളൊക്കെ നടക്കും. ചിലർ ഒരു പടി കൂടി കടന്നിട്ട് ഞങ്ങളൊരു സീരിയസ് റിലേഷൻഷിപ്പിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ഒരുമിച്ച് ഫ്ലാറ്റിലോ വീട്ടിലോ ഒക്കെ താമസിക്കും. പലരും മിക്കവാറും ക്ലാസ് കട്ട് ചെയ്യും. ഇതിൽ പലതും ഒക്കെ ചതിക്കുഴികളായിരിക്കും, ശരിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ആ സമയത്ത് തട്ടിപ്പുകാർ മുഴുവൻ ആണുങ്ങൾ മാത്രമാകും. അതായത് ഇതേപോലെ തന്നെ ബാഡ് ബോയ്സ് ഉണ്ടെന്ന് പറയുന്ന പോലെ ബാഡ് ഗേൾസും ഉണ്ട്. ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാദ്യം ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് മടുത്തു, അല്ലെങ്കിൽ 2 പേർക്കും മടുത്തു. പിന്നീട് അവർ മ്യൂച്വലായിട്ട് ബ്രേക്കപ്പ് ആവുകയാണ്. പിന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവരുടെ കേസാണെങ്കിലും പലരുടെ കാര്യത്തിലും അങ്ങനെ നടക്കാറുണ്ട്. ചിലർ ആദ്യത്തെ ഒരു അനുഭവം കഴിഞ്ഞതിന് ശേഷമായിരിക്കും, അതായത് ഒരു തഴക്കമായി അല്ലെങ്കിൽ ആ ഒരു നാണവും പേടിയും അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണ് എന്നുള്ള ഒരു ചിന്തയൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നീട് പലതും എളുപ്പമാണ്. ഇവർ പിന്നീട് പണം കിട്ടുന്ന രീതിയിൽ ആരെങ്കിലും, അതായത് റിച്ച് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ പ്രായമോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ പലരുടെയും കൂടെ പോകും. അതിനൊക്കെ പണം പേയ്മെന്റ് ആയിട്ട് വാങ്ങും. അതായത് പഠനത്തോടൊപ്പം ജോലിയും എന്നുള്ള ഒരു രീതിയിൽ. ഇതായിരുന്നു ബാംഗ്ലൂരുള്ള അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് മാത്രമല്ല, ആ കോളേജിൽ, ആ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റിയിൽ ഒരുപാട് പെൺകുട്ടികൾ ഇതേ ലൈഫ് സ്റ്റൈലിൽ തന്നെയാണ്. വീട്ടുകാർ നോക്കുമ്പോൾ ഒരു ഹോസ്റ്റലിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവിടെ അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊന്നും പിന്നീട് അറിയുന്നില്ല. അതിപ്പോൾ നമ്മുടെ രാജ്യം വിട്ടുപോയി പുറത്ത് പോയി പഠിക്കുന്നവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ പണ്ടേ തന്നെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ സിറ്റികളൊന്നും എടുത്തു നോക്കണ്ട, അല്ലെങ്കിൽ കേരളത്തിൽ കൊച്ചിയാണെങ്കിലും ഒന്നും എടുത്തു നോക്കേണ്ട കാര്യമില്ല. ഇന്ന് ഈ മൊബൈൽ ഫോണിന്റെ ഒക്കെ വരവോടുകൂടി തന്നെ ഏത് നാട്ടും പുറത്തും ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരുമുണ്ട് എന്ന് പറയേണ്ടതുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെ അല്ലാത്തവരുമുണ്ട് എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. പിന്നീട് ഈ പെണ്ണ് നാട്ടിൽ കുറച്ച് നാൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ആ സമയത്തും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അയാൾ വളരെ സീരിയസ് ആയിരുന്നു. പക്ഷെ പതുക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതും ബ്രേക്കപ്പ് ആകുന്നു. ഒരു ടൈം പാസ് എന്നതുപോലെയാണ് ഇവർ ഇതിനെയൊക്കെ കാണുക, അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളും ഒക്കെ നടത്തുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോകാനാണെങ്കിലും പല സാധനങ്ങളും വാങ്ങാനാണെങ്കിലും, അതായത് കാശുള്ളവരാണെങ്കിൽ അവർ ഓക്കെയാണ്. ഇതിനുശേഷം പഠിച്ച സ്ഥലത്ത് തന്നെ അവിടെ പോയിട്ട് വീണ്ടും ജോലി ചെയ്യുന്നു. ഈ ഒരു കേസാണ് ഇവർ ഈ ഡിവോഴ്സിന്റെ ഒക്കെ സമയത്ത് കോടതിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രധാനമായിട്ട് ആദ്യം കണ്ടെത്തിയത്. പിന്നീട് നടക്കുന്ന ഓരോ കോംപ്രമൈസും അല്ലെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഈ ബാക്കി കഥകളും ഒക്കെ ഇവർക്ക് അറിയാനായിട്ട് സാധിച്ചത്. അതായത് ആദ്യം ഒരു കണ്ടുപിടിച്ച ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് തെളിവ് വേണമല്ലോ. പിന്നീട് ഈ ബാംഗ്ലൂർ തന്നെ ജോലി ചെയ്യുന്ന സമയത്ത് പഴയ ആ ഒരു ശീലം വെച്ചുകൊണ്ട് തന്നെ ഒരാളുടെ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ പുള്ളിക്കാരൻ വിവാഹം കഴിച്ച ഒരാളായിരുന്നു, അത്യാവശ്യം പ്രായവുമുണ്ട്. അതായത് ഭാര്യയും 3 മക്കളും ഒക്കെ ഉണ്ട്. അയാൾ ഇന്ത്യയിലെ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് വന്ന് ഈ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ഒരു IT കമ്പനിയിൽ ജോലിയുള്ള നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. ഇവർ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് പിന്നീട് ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു ഫ്ലാറ്റിൽ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. ഇതും കഴിഞ്ഞിട്ടാണ്, ഇതും അവസാനം മ്യൂച്വലായിട്ട് ഇവർക്ക് തന്നെ അറിയാം ഇത് എത്ര നാൾ കൊണ്ടുപോകണം, ആര് ആദ്യം നിർത്താമെന്ന് പറഞ്ഞാലും ഒക്കെ ഓക്കെയാണ്, കാരണം ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ കല്യാണാലോചനകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഇവിടെ വന്നിട്ട്, പെൺകുട്ടി അത്യാവശ്യം സൗന്ദര്യമുള്ള ഒരാളാണ്. ഈ പറയുന്ന ആലോചന കൊണ്ടുവന്ന ഇവൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ജോലിയുള്ള ആളുമാണ്. വീട്ടിലൊക്കെ അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടും ഒക്കെ ഉണ്ട്. അപ്പോൾ 2 കൂട്ടർക്കും ഓക്കെയാണ്. അങ്ങനെയാണ് വിവാഹം നടന്നത്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ആ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പറയാനുണ്ട്. പക്ഷെ അതൊക്കെ വളരെ മോശമായി പോകുമെന്നുള്ളതുകൊണ്ടാണ്. അതായത് വിവാഹത്തിന് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ നാട്ടിലുള്ള ഒരാളുമായിട്ടും പിന്നീടും ഒരു രഹസ്യ ബന്ധമൊക്കെ ഇവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് പണ്ട് എങ്ങനെയാണ് ശീലിച്ചു വന്നത് അതെല്ലാം നിർത്തിയിട്ട് ഇനി ഒരാൾ എന്നുള്ള രീതിയിലേക്കൊക്കെ പോകാനായിട്ട് അവർക്ക് വലിയ പ്രയാസമാണ്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ പലർക്കും തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്കാണ് വരുന്നത്. ഒരിക്കലുമല്ല. നമ്മളിവിടെ ഒരു പെൺകുട്ടിയുടെ കാര്യമേ പറഞ്ഞുള്ളൂ ഇതുവരെയും. പക്ഷേ ഈ പെൺകുട്ടിയുമായിട്ട് റിലേഷൻ ഉണ്ടാക്കിയ ആൺകുട്ടികൾ എത്ര പേരാണ്? ആദ്യത്തെ ആളുടെ കാര്യം ചിന്തിക്കുക. പിന്നീട് വന്ന വിവാഹം കഴിഞ്ഞിട്ട് 2 കുട്ടികളും കൂടെ ഉള്ള ഒരു പുരുഷനാണ് വേറൊരു വില്ലനായിട്ട് വന്നത് എന്നുകൂടി പറഞ്ഞു.
അപ്പോൾ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എത്ര പുരുഷന്മാർ വന്നു എന്നുകൂടി ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾ ഇപ്പോൾ ആണുങ്ങളെക്കാൾ മോശമാണ് എന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അതായത് പുരുഷന്മാരെ അങ്ങ് വെള്ള പൂശാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇതും കൂടെ പറയേണ്ടതുണ്ട്. അതായത് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന പെൺകുട്ടികളെല്ലാം നിരപരാധികളും, അതായത് ഇതൊരു മോശം കാര്യമാണെങ്കിൽ അതിനൊപ്പം അത്ര നാൾ നിന്ന പെൺകുട്ടികളെല്ലാം നിരപരാധികളും മറ്റുമൊക്കെ ആകുമ്പോൾ പുരുഷന്മാർ മാത്രം മോശക്കാരാകുന്നത് എങ്ങനെയാണ്? അതായത് രണ്ടു കൂട്ടരും തെറ്റുകാരല്ലേ? തെറ്റാണെങ്കിൽ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഈ ഡിവോഴ്സ് ചെയ്തവരെയൊക്കെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ, അല്ലെങ്കിൽ അതൊരു നാണക്കേടായിട്ടൊക്കെ കരുതുന്നവരുണ്ട്. പക്ഷേ ഇന്ന് പലരും ആദ്യ വിവാഹം എന്നൊക്കെ പറഞ്ഞ് പലരെയും വിവാഹം കഴിക്കുമ്പോൾ, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ, നിങ്ങൾ ഒരു ഡിവോഴ്സ് ചെയ്ത ആളെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ആ അർത്ഥത്തിൽ പോലും അതിലും വളരെ ദയനീയമായിരിക്കും. ഇപ്പോൾ ഈ ഒരു കേസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ആളുകളുടെ കൂടെ, അതും വല്ലപ്പോഴും അല്ല സ്ഥിരമായിട്ടൊക്കെ താമസിച്ച് ജീവിച്ച് എത്ര ആളുകളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ലീഗലി ഈ പറയുന്ന പെൺകുട്ടി ഒരു വിവാഹം കഴിക്കുന്നത്. അതായത് ആളുകൾ നോക്കുമ്പോൾ നല്ല കുടുംബമാണ്, നല്ല ജോലിയാണ്, സൗന്ദര്യമുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഈ പറയുന്നതും അല്ലെങ്കിൽ ഇതിനപ്പുറവുമുള്ള കാര്യങ്ങളാണ് സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ ഒരുപാട് സംഭവിക്കുന്നത്. ആ പെണ്ണിന്റെ തന്നെ ഉദ്ദേശം എന്തായിരുന്നു? ഈ പറയുന്ന പോലെ നല്ലൊരാളെ കെട്ടിയിരിക്കുന്നു, ഇനി ഇയാളുമായിട്ട് അങ്ങ് ഡിവോഴ്സും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെയും പഴയ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ പോകാം. അപ്പോൾ നല്ല രീതിയിൽ പണവും കിട്ടും ജീവനാംശമായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. അതായത് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് അറിയണ്ട, പണവും സൗകര്യങ്ങളും അല്ലെങ്കിൽ എന്തും ചെയ്തു തരാനായിട്ട് ആളുകളുമൊക്കെ എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാകും. അവരുടെ പല വാല്യൂസും ഒക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ തോന്നിയ രീതിയിൽ ജീവിക്കാനായിട്ട് ഒന്ന് തയ്യാറായാലും മാത്രം മതി. ഇതൊക്കെ കേട്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അവർ അത്യാവശ്യം പ്രായമുള്ളവരായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഒരു ആവറേജ് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ജെൻ സി തലമുറയിലുള്ളവരൊക്കെയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവർക്കറിയാം ഇതൊന്നും അല്ല, ഇതിനപ്പുറമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും നടക്കുന്നത്, അല്ലെങ്കിൽ വളരെ കോമൺ ആയി കഴിഞ്ഞിരിക്കുന്നു. തന്നെയുമല്ല ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴാണ് ഈ ഒരു കൾച്ചർ വരുന്നത് എന്നുള്ള കാര്യമാണ്. പുറത്തൊക്കെ പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ ഒരു ചേഞ്ചാണ് നമ്മുടെ ഇവിടെ വരുന്നത്, അതും മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളിപ്പോഴും പരമ്പരാഗത രീതിയിലുള്ളൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വലിയ റിസ്ക് ആണുള്ളത്. എന്തുകൊണ്ട് പുതിയ തലമുറയ്ക്ക് വിവാഹത്തോട് താല്പര്യമില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ചാനൽ ചർച്ചകളിൽ വലിയ സംവാദങ്ങൾ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻറ്റുകൾ കാണാറുണ്ട്. അവിടെയൊക്കെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് പഴയതുപോലെ അല്ല, ഇനി സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. മറ്റൊന്ന്, പുരുഷന്മാർക്കാണെങ്കിലും നല്ലൊരു പാസ്റ്റുള്ള പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്നുണ്ട്, അത് നടക്കാത്തതുകൊണ്ട് അവരും വേണ്ട എന്ന് വെക്കുന്നു എന്നൊക്കെയുള്ള കാര്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എല്ലാവരും കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് വിവാഹത്തോട് വലിയ താല്പര്യമില്ലാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സദാചാര വിരുദ്ധമാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നടക്കുന്ന കാര്യമേ പറയുന്നുള്ളൂ. എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത്, ജാമ്യം എടുത്ത് വയ്ക്കുകയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഭൂരിഭാഗം ആളുകൾക്കും വിവാഹം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അവരുടെ ശാരീരികമായ പല ആവശ്യങ്ങളും നിർവഹിക്കാനായിട്ട്. അതുകൊണ്ടാണ് പഴയ മലയാള സിനിമകളിലാണെങ്കിലും കാണത്തില്ലേ, നായകനോടോ നായികയോടോ നിനക്കിനി ഒരു വിവാഹമൊക്കെ കഴിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഒരു നാണം കലർന്ന ചിരിയാണ്. എന്താണ് ആ ചിരിയുടെ അർത്ഥം? ഇന്ന് അങ്ങനെയല്ല. വിവാഹം കഴിക്കുന്നതിൽ നമ്മുടെ കേരളത്തിലാണെങ്കിലും നല്ലൊരു ഭാഗം ആളുകളും ലീഗലി വിവാഹം കഴിക്കുന്നത് ആദ്യമൊക്കെ ആയിരിക്കും. പക്ഷെ വിവാഹം എന്ന് പറയുന്നതിന്റെ മീനിങ് ഒരുമിച്ച് ജീവിക്കുന്നതും ഒരുമിച്ച് ഉറങ്ങുന്നതും ഒക്കെ ആണെങ്കിൽ പലരുടെയും സമൂഹം കാണുന്ന വിവാഹം യഥാർത്ഥത്തിൽ 5-മത്തെയോ 6-മത്തെയോ അറ്റ്ലീസ്റ്റ് ഒരു 2-മത്തെയോ എങ്കിലും ആകാനായിട്ടാണ് സാധ്യത. അതായത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് ഒരു നല്ലൊരു ഭാഗവും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ധൃതി കൂട്ടിപ്പോയിട്ട് വിവാഹം കഴിക്കണം എന്നുള്ള ഒരു ചിന്തയൊന്നും പഴയ തലമുറയെ അപേക്ഷിച്ചില്ല. ഈ ഒരു പോയിന്റ് പറയാനായിട്ട് എന്താ ഇത്ര മടി ആളുകൾക്ക്? പണ്ടെന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് പിന്നീടാണ് അബദ്ധം പറ്റിയെന്ന് പലരും മനസ്സിലാക്കുക. ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് ആദ്യത്തെ 2-3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും. പിന്നീട് അങ്ങ് മുന്നോട്ട് പോവുകയാണ് വിരസമായ ജീവിതം. പക്ഷെ ഇതൊക്കെ മുൻപേ തന്നെ, വിവാഹം കൂടാതെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ. അതായത് കേരളമൊക്കെ വളരെ ലേറ്റാണ്, ഇന്ത്യയൊക്കെയാണ് ഏറ്റവും ലാസ്റ്റ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. വിദേശികൾ അല്ലെങ്കിൽ നമ്മളൊരു യൂറോപ്യൻ കൾച്ചർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കൾച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഒരു 50-60 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ, പ്രത്യേകിച്ച് ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയത്ത് ഫോണൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ഒരു മാറ്റം പ്രകടമായിട്ട് കാണുന്നത്. ഇവിടെ പണ്ടേ ഉള്ളൊരു പ്രയോഗമാണ്, അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ നമ്മൾ ഡ്രസ്സ് മാറുന്നത് പോലെയാണ് പാർട്ട്ണറെ മാറുക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ
ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു സിറ്റിയിൽ ചെല്ലൂ, നിസാരം റീൽസിലൊക്കെ ഓരോ പോഡ്കാസ്റ്റ് ആയിട്ട് പോലും ആളുകൾ പെൺകുട്ടികളോടൊക്കെ ചോദിക്കുന്ന ചോദ്യം പോലും ശ്രദ്ധിച്ചാലും മനസ്സിലാവും. വെറുതെ ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ ബോഡി കൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരു ടിപ്പിക്കൽ ശരാശരി എത്രയാണെന്നാണ് നിങ്ങൾ കരുതുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ചില ഉത്തരങ്ങൾ കേട്ടാൽ നമ്മുടെ തല കറങ്ങും. കാരണം നമ്മുടെയൊക്കെ ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ, ഇതിനേക്കാളും ഒക്കെ വലിയ സംഖ്യകളൊക്കെയാണ് അവരിൽ പലരും പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മളിത് ഏത് ലോകത്താണ് അപ്പോൾ ജീവിക്കുന്നത്. പറഞ്ഞു വന്നത്, പുതിയ തലമുറയ്ക്ക് വിവാഹത്തോട് താല്പര്യമില്ല, വിവാഹം കഴിക്കുന്ന പ്രായം കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതും ഒരു പ്രധാന കാര്യമാണ്. അത് പറയാതിരിക്കുന്നത് അത്ര ശരിയൊന്നുമല്ല. അല്ലാതെ സ്വാതന്ത്ര്യവും മാനുഷിക മൂല്യങ്ങളും തത്വജ്ഞാനവും ഒന്നും ചിന്തിച്ചിട്ടൊന്നുമല്ല ആളുകൾ ഇതിനോട് വലിയ താല്പര്യം കാണിക്കാത്തത്. വിവാഹം കൂടാതെ തന്നെ വിവാഹ ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന നല്ല വശങ്ങൾ മാത്രം അനുഭവിക്കാൻ വിവാഹം കൂടാതെ തന്നെ, വിവാഹത്തിന് മുൻപേ തന്നെ പുതിയ തലമുറയ്ക്ക് നല്ലൊരു ഭാഗത്തിനും ഇന്ന് സാധിക്കുന്നുണ്ട്. വിവാഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പല ദോഷങ്ങളും ഉണ്ടാവും, ഗുണങ്ങളും ഉണ്ടാവും. സുഖമായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടുകയും കൂടെ വേണം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പുതിയ തലമുറ നോക്കുമ്പോൾ എന്തിനാണ് ഈ റിസ്ക് ഒക്കെ എടുക്കുന്നത്? ഇതിന്റെ ഗുണങ്ങൾ മാത്രമായിട്ട് അനുഭവിക്കാൻ സാധിക്കുമല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ കുത്തഴിഞ്ഞ ഈ ഒരു ജീവിത രീതിയെ പ്രോത്സാഹിപ്പിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. അതിനൊരുപാട് ദോഷങ്ങളുമുണ്ട്. ലോകവ്യാപകമായിട്ട് നടന്ന പല സർവേകളിലും ലോകത്തെ പല രാജ്യങ്ങളിലും വിവാഹത്തിന് ശേഷം ഭാര്യയോ ഭർത്താവോ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സമ്മതിച്ചിട്ടുള്ളവർ 50%-ലധികമാണ്, പഴയ കാലത്ത് പോലും. അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ പുതിയ യുഗത്തിൽ അത് 80%-വും 90%-വും ഒക്കെ ആകാമെന്നാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ പോലുമാണ് പറഞ്ഞത്. ഇന്ത്യൻ സിറ്റികളൊക്കെ വളരെ മുൻപിലാണ് ഈ കാര്യത്തിൽ. അതായത് ഒരു വിവാഹത്തിന് ശേഷം നമുക്കറിയാം, ഒരു ബയോളജിയൊക്കെ പറയുകയാണെങ്കിൽ ഒരാളുടെ കൂടെ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാലും ഒരു 3 ആഴ്ച അതിനപ്പുറം മടുപ്പാണെന്നാണ്. അല്ലെങ്കിൽ പിന്നീട് വല്ലപ്പോഴും ഒക്കെ മാത്രമാണ് കാണുന്നതെങ്കിലും ഓക്കെ. പക്ഷേ ഈ പറയുന്നത് പോലെ ഇതൊക്കെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നിരിക്കെ വിവാഹം പോലെയുള്ള ഒരു കോൺട്രാക്റ്റും ഒക്കെ ആയിട്ട് ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അതായത് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൃഷിയിൽ പുലർന്നിരുന്ന നാട്ടും പ്രദേശങ്ങളും അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല അവസരങ്ങളും കുറവാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ അവിഹിതങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഓഫീസ് റിലേഷൻഷിപ്പ് എന്നൊക്കെയുള്ള രീതിയിലാണ്. അതായത് ഭർത്താവും ഭാര്യയും ഒരുമിച്ചായിരിക്കില്ല മിക്കവാറും. ഇവർ മിക്കവാറും രണ്ടുപേരും 2 സ്ഥലത്തായിരിക്കും ജോലി ചെയ്യുക. പലപ്പോഴും ഇവർ ഒരുമിച്ച് ഉണ്ടാകുന്നത് തന്നെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവരുടെ ഒപ്പം ഉണ്ടാകുന്നത് ആരായിരിക്കും? അത് കൂടെ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, പരിചയമുള്ള ആളായിരിക്കാം, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന ഒരാളായിരിക്കാം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ IT മേഖലയ്ക്കൊക്കെ വലിയൊരു ചീത്തപ്പേരുണ്ട്. അതിൽ കുറേയൊക്കെ യാഥാർത്ഥ്യവുമുണ്ട്. അതായത് നിയമപരമായിട്ട് അല്ലെങ്കിൽ നാട്ടുകാർ നോക്കുമ്പോഴൊക്കെ പലരും ഒരു ഫാമിലി ആണെങ്കിൽ ഇവർക്ക് ഓഫീസിൽ മറ്റൊരു ഫാമിലി ഉണ്ടാവാം. അങ്ങനെ പറഞ്ഞ് അതിനെ പുകഴ്ത്തുന്നവരുമുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും ഒരു തെറ്റല്ല എന്ന് പറയുന്നവരുണ്ട്. ആളുകളുടെ മനോഭാവമാണ്. ഞാനിത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നും പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതിക്കൊള്ളുക. അപ്പോൾ ഇതൊക്കെയാണ് റിയാലിറ്റി. പക്ഷെ ഇവിടെയൊക്കെ ഒരു കാര്യമുള്ളത്, ഒരാൾ സത്യസന്ധനും മറ്റേ ആൾ അങ്ങനെ അല്ലാതായിരിക്കുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇന്ന് വിവാഹം എന്ന് പറയുന്നത് ഒരു സാമൂഹിക കടമ എന്നുള്ളത് മാറിയിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ്, ഒരു ചോയ്സ് മാത്രമായിട്ട് മാറുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ന് സ്ത്രീകളുടെ വിവാഹപ്രായം ഉയരുന്നതും. അതിനനുസരിച്ച് തന്നെ ആണുങ്ങളുടെ വിവാഹപ്രായവും വർദ്ധിക്കുന്നുണ്ട്. അതായത് പലരും വിവാഹം കഴിച്ചേക്കും, തയ്യാറാകേണ്ടത് പെൺകുട്ടികളാണ്. പക്ഷേ ഇത് പരമാവധി വൈകിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ട്രെൻഡ്. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. മറ്റൊരു ഘടകമുള്ളത്, പുരുഷന്മാർക്ക് സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ മാത്രം മതി. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് അവരല്പം സൗന്ദര്യം കുറഞ്ഞതാണെങ്കിൽ ഇത്തിരി സൗന്ദര്യം കുറഞ്ഞ പുരുഷന്മാരെ ആണെങ്കിലും മതി എന്ന് അവർ തീരുമാനിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പുരുഷന്മാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ ഭംഗിയുള്ള ആളാണെങ്കിലും ഒരു ഭംഗിയില്ലാത്ത ആളാണെങ്കിലും എല്ലാവർക്കും ഏറ്റവും സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ മാത്രം മതി, അല്ലെങ്കിൽ വിവാഹം വേണ്ട. ഇങ്ങനെ ഒരു ട്രെൻഡും കൂടെയാണ്. ഇതിനെ മഹത്വവൽക്കരിച്ചും പറയാറുണ്ട്. അതായത് പുരുഷന്മാരൊരിക്കലും പണം നോക്കുന്നില്ല, സ്റ്റാറ്റസ് നോക്കുന്നില്ല, ജോലി നോക്കുന്നില്ല. ഒരു തുണിക്കടയിൽ കയറി നിൽക്കുന്ന ഒരു നിസ്സാര ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു സെയിൽസ് ഗേൾ ആണെങ്കിലും അവളെ സ്വന്തമാക്കാനാണ് ഒരു പുരുഷൻ ഇഷ്ടപ്പെട്ടാൽ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യമുള്ളത്, ആ സെയിൽസ് ഗേൾ സുന്ദരിയാണെങ്കിൽ മാത്രമേ അവൻ അതിന് തയ്യാറാവുകയുള്ളൂ. നിങ്ങളൊരു തമിഴ് സിനിമ എടുക്കുക. ഭൂരിഭാഗം തമിഴ് പെൺകുട്ടികളും എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കറിയാം. പക്ഷേ തമിഴ് സിനിമകളിലെ നായികമാരെല്ലാം വളരെയധികം സുന്ദരിമാരായിരിക്കും. അതായത് ഏത് തരത്തിലുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണെങ്കിലും പുരുഷന്മാർക്ക് ഉൾക്കൊള്ളണമെങ്കിൽ, അവരെ വലിയ കാര്യമായിട്ട് കരുതണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, അവൾ സുന്ദരിയായിരിക്കണം. ആ സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ പിന്നെ അവർക്ക് യാതൊരു വിലയും കൊടുക്കുന്നുമില്ല. പുരുഷന്മാർ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഒരു അനീതിയെ മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകളുടെ നേരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. സ്ത്രീകൾ
കാശുള്ളവനെ മാത്രമേ, അല്ലെങ്കിൽ കൊമ്പത്തുള്ള ഒരാൾ വന്നാൽ അവരെ മാത്രം മതി. പുരുഷന്മാർക്ക് സൗന്ദര്യം നോക്കാമെങ്കിൽ സ്ത്രീകൾക്ക് മറിച്ച് പണവും നോക്കാം. എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ സ്വാർത്ഥരാണ് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഈ വീഡിയോയിൽ പച്ചയ്ക്ക് പറയുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, പലരും സിംഗിൾസ് ആയിട്ട് തുടരുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ അധികം ആരും ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനോ ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റിലേക്ക് വരാനോ ഒക്കെ മാത്രമേ ആളുകൾക്ക് താല്പര്യക്കുറവുള്ളൂ. നേരെ മറിച്ച് വിവാഹത്തിനൊന്നുമില്ല, ഇതൊരു ടെമ്പററി ആണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാളൊന്ന് നോക്കാം എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ എ ഫൺ എന്നൊക്കെയുള്ള രീതിയിലാണെങ്കിൽ ആർക്കും ഒരു മടിയുമില്ല ഇവിടെ. അതൊരു കോൺട്രാക്റ്റിലേക്കോ വിവാഹത്തിലേക്കോ പോകുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ഏറ്റവും പുതിയതായി ചിന്തിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും തടസ്സമുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പല മാട്രിമോണി റിക്വസ്റ്റുകളും റിജക്റ്റ് ചെയ്യപ്പെടുന്നതും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം മെസ്സേജുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതും. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല മലയാള സിനിമകളിലും ഒക്കെ കേൾക്കുമായിരുന്നു, ചേട്ടാ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് പറയുന്നതായിരുന്നു പഴയ അവസ്ഥയെങ്കിൽ, ഇന്ന് പലരും ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കില്ല, അല്ലെങ്കിൽ വിവാഹത്തിനല്ലെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്കിത് ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറയുന്നതാണ് നിലവിലത്തെ അവസ്ഥ. ഇത് അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ വലിയ മടിയോ ബുദ്ധിമുട്ടോ ഒന്നും കാണുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ സാഹചര്യങ്ങൾ കാര്യമായിട്ടൊന്നും മാറുന്നില്ല. അവൻ്റെ പേരൻസ് നഷ്ടപ്പെടുന്നില്ല, അവൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും താമസിക്കുക, ഒരാൾ ഇങ്ങോട്ട് വരികയാണ്. അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കണം ഇപ്പോഴും ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ പല കാര്യങ്ങളിലൂടെ ബാക്കി നിൽക്കുന്നുണ്ട് നല്ലൊരു ഭാഗവും. അതുകൊണ്ട് തന്നെ പുരുഷൻ ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ല തുടക്കത്തിൽ മാത്രം. പിന്നീട് ദീർഘകാല അടിസ്ഥാനത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് പുരുഷന്മാർക്ക് തന്നെയാണ്. പക്ഷെ തുടക്കത്തിൽ ഇതൊന്നും അറിയില്ല. നേരെ മറിച്ച് ആദ്യം ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും ഈ പറയുന്ന സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ യുവതികൾക്ക് വിവാഹം വേണ്ട, അല്ലെങ്കിൽ പരമാവധി സിംഗിളായിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇവിടെയൊക്കെ പലരും പറയുന്നൊരു കാര്യമുണ്ട്, വിവാഹം കഴിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെടും, ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ തോന്നുമെന്ന്. പക്ഷേ പല പഠനങ്ങളും പറയുന്നത് ഏറ്റവും അധികം ഏകാന്തത അനുഭവിക്കുന്നത് വിവാഹിതരായിട്ടുള്ള ആളുകളാണ്. അതായത് ഒരു മുറിയിൽ ഒരു ബെഡിൽ ഒരുമിച്ചുണ്ടായിട്ടും അവർ തമ്മിലുള്ള ഐക്യമില്ലാതെ, അല്ലെങ്കിൽ അവർക്ക് മടുപ്പുളവായിട്ട്, അല്ലെങ്കിൽ അവർക്ക് എല്ലാ കാര്യത്തിലും വിരക്തിയും മടുപ്പും ഒക്കെ വന്നതിന് ശേഷവും ഒന്നിച്ച് ജീവിക്കേണ്ടി വരുമ്പോഴാണ് ഏറ്റവും അധികം ഏകാന്തത അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ പരസ്പരം ബഹുമാനം ഉണ്ടാകില്ല, കമ്പാരിസൺ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വിവാഹിതര ബന്ധങ്ങളൊക്കെ വളരെ അധികമായിട്ട് കോമൺ ആയിട്ട് മാറുകയാണെന്ന്. അതുപോലെ പഴയതുപോലെയല്ല, ഇനിയുള്ള തലമുറ അല്ലെങ്കിൽ കുട്ടികളൊന്നും പേരൻസിനെ നോക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുമിച്ചുണ്ടായിട്ടും വെറുപ്പും ഏകാന്തതയും ഒക്കെ അനുഭവിച്ച് നരകത്തിൽ എന്നതുപോലെ ജീവിക്കുന്നതിനേക്കാളും എത്രയോ സുഖപ്രദമാണ് സ്വന്തം സ്വാതന്ത്ര്യത്തിൽ ഒരു മുറിയിൽ അവനവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട് ഒരു കപ്പ് ചായയും കുടിച്ച് TV കാണുന്നത് എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. അതിൽ വലിയൊരു കാര്യവുമുണ്ട്. പക്ഷെ പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പണമില്ലാത്തവർക്ക് വിവാഹത്തോടെ മാത്രമേ അതിജീവിക്കാനായിട്ട് സാധിക്കൂ എന്ന് തോന്നിയിട്ടുണ്ട്. അതേസമയം സിംഗിളായി ജീവിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ സ്വയം പര്യാപ്തതയും ധാരാളം പണവും ആവശ്യമായിട്ടുണ്ട്. നേരെ തിരിച്ചാണ് പലർക്കും തോന്നുക. ഇത് എന്തുകൊണ്ട് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ട് അത് പറഞ്ഞ് സമയം കളയുന്നില്ല. ഒരു പെൺകുട്ടി വിവാഹിതയായി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുക? അത്ര നാളും അല്ലെങ്കിൽ കാമുകൻ അല്ലെങ്കിൽ വിവാഹം കഴിച്ച് കുറച്ച് നാളൊക്കെ എന്തിനും ഏതിനും സപ്പോർട്ടായിട്ടും താങ്ങും തണലും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും സാധിച്ചു തരും എന്നൊക്കെയുള്ള ഒരു രീതിയൊക്കെ മാറിയിട്ട്, അതുപോലെ തന്നെ സിംഗിൾ ലൈഫ് എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പിന്നെയും ഭേദമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിന് ശേഷമാണെങ്കിലും ഒക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പലരും പെൺകുട്ടികളോട് പറയാറുള്ള ഒരു കാര്യമാണ്, അവർക്ക് യഥാർത്ഥത്തിൽ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇല്ലാതാവുന്നൊരു കാര്യമാണ്. നേരെ മറിച്ച് പുരുഷന്മാർക്ക് പിന്നെയും അത് കുറേ കാലം നിൽക്കും. അപ്പോൾ ഈ സൗന്ദര്യം പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നീട് ആർക്കും വേണ്ടാതാകും എന്നുള്ളത്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ നാട്ടിൽ അത് സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയാവണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. അതായത് ഒരു സ്ത്രീയാണെങ്കിൽ അവർക്കൊരു അബദ്ധം പറ്റിയാൽ റോഡിലൊന്നും മറിഞ്ഞു വീഴുകയോ, അല്ലെങ്കിൽ ഒരു വണ്ടി ചെന്ന് മുട്ടിക്കുകയോ വണ്ടി കേടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലും എത്രമാത്രം സപ്പോർട്ടാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഓടിക്കൂടുന്നത്. ഇതെല്ലാം പുരുഷന്മാരാണ് അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ഇതേ കാര്യം ഒരു ചെറുപ്പക്കാരനാണ് സംഭവിക്കുന്നതെങ്കിലോ വളരെ വലിയ വ്യത്യാസം ഉണ്ടാകും. അതായത് സിംഗിളായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങും തണലും സപ്പോർട്ടും ഒക്കെ കൊടുക്കാനായിട്ട് കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. നേരെ മറിച്ച് ഒരു പുരുഷനാണ് യഥാർത്ഥത്തിൽ സിംഗിളായി ജീവിച്ചാൽ പിന്നെയും കുറെ കൂടെ ഈ പറയുന്ന പോലെ അവൻ്റെ കയ്യിൽ പണം ഒരുപാട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവൻ അത്രമാത്രം ശക്തനായിരിക്കണം എന്നൊക്കെയുള്ള ഒരു കണ്ടീഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ സിംഗിളായി ജീവിക്കുമ്പോൾ ഏറ്റവും ഗുണമുള്ളത് സ്ത്രീകൾക്ക് തന്നെയാണ്, പുരുഷന്മാർക്ക് അത്രയും ഇല്ല എന്ന് പറയാം. പലരും പറയുന്ന ഒരു കാര്യമാണ്, ഗേൾസിന് ബാഡ് ബോയ്സിനെയാണ് ഇഷ്ടം, അതായത് ജെൻസി ലാംഗ്വേജ് ഒക്കെയാണ്. പക്ഷെ ഇവിടെ പൂരിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബോയ്സിൽ ഭൂരിഭാഗവും ബാഡ് ബോയ്സ് ആയിരിക്കും എന്ന് നമ്മളിങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്.
ഗേൾസ് എല്ലാം ഗുഡ് ഗേൾസ് ആയിരിക്കും. അല്ല, അവരിലും നല്ലൊരു ഭാഗവും ബാഡ് ഗേൾസ് തന്നെയാണ്. ഈ ബാഡ് ബോയ്സിനെ ആകർഷിക്കുന്നത് ബാഡ് ഗേൾസ് തന്നെയാണ്. അതാണ് സത്യം. വിവാഹത്തിന് മുൻപ് ഒരു റിലേഷൻ ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ പ്രണയിക്കുന്നതോ ബ്രേക്കപ്പ് ആകുന്നതോ ഒക്കെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. വിവാഹത്തോടെ പഠിക്കൂ എന്നൊന്നുമില്ല. വിവാഹത്തോടെ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിലൊക്കെ ജീവിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യത്തെ വിവാഹം കഴിക്കുന്ന ഒരാൾ തന്നെ ഒരു മോശം ക്യാരക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും? തന്നെയുമല്ല, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ പലപ്പോഴും പല പഠനങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, പല ബ്രേക്കപ്പുകളും പല റിലേഷനും ഒക്കെ ബ്രേക്കപ്പ് ആയതിനു ശേഷം പിന്നീട് ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ വന്നിട്ടുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർ കുറെ കൂടെ നന്നായി ജീവിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് മുൻപുണ്ടായ മോശം അനുഭവങ്ങൾ, അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ച് എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കണം, എന്തൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ട്രെയിനിങ് എടുത്തിട്ടായിരിക്കും അവരൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക. ഇത് വലിയ സദാചാര വിരുദ്ധമായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഒരു മോശം പുരുഷനെ വിവാഹം ചെയ്ത ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ നാക്കിന് എല്ലില്ലാത്ത അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റും ചെയ്യാത്ത അങ്ങനെയൊക്കെയുള്ള ഒരു പെൺകുട്ടി വിവാഹം ചെയ്ത ഒരു പുരുഷനോ ഒക്കെ ഈ പറയുന്നതിൽ എത്രമാത്രം, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് കൂടുതൽ മനസ്സിലാവും. ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഒന്നിച്ച് ജീവിക്കുമ്പോൾ സമാധാനം, അല്ലെങ്കിൽ നാവിൻ്റെ നിയന്ത്രണം, പരസ്പരമുള്ള ഒരു റെസ്പെക്റ്റ്, കമ്പാരിസൺ ഒഴിവാക്കുക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊക്കെ കാലം കഴിയുമ്പോൾ ഒന്നും ആയിരുന്നില്ല എന്ന് മനസ്സിലാവും. വിവാഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ചൂണ്ടക്കൊളുത്താണ് എന്ന് പറയാറുണ്ട്. അത് അങ്ങനെ ആയിരുന്നില്ല. പുരാതന മനുഷ്യനെ വെച്ച് നോക്കിയാൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹം എന്നുള്ള സമ്പ്രദായമൊക്കെ തുടങ്ങിയത് മനുഷ്യൻ കൃഷിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 12,000 വർഷങ്ങൾക്ക് മുൻപൊക്കെയാണ്. അതിനു മുൻപ് മനുഷ്യൻ ജീവിച്ചിരുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ വിവാഹം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇപ്പോഴും ബാക്കി നിൽക്കെ ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്നത് ഒരു ചൂണ്ടക്കുളത്താണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. കാരണം ഒരു മീൻ ചെന്നിട്ട് ആ ചൂണ്ടക്കുളത്തിൽ അല്പം മധുരമുള്ള ഇരയുണ്ടായിരിക്കും. അതിനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് ഈ ചൂണ്ട എടുത്ത് വിഴുങ്ങും. പിന്നീട് തൊണ്ട കീറി തൂങ്ങി നിൽക്കുമ്പോഴായിരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാവാതെ നിന്ന് പിടയ്ക്കുന്നത്. ഈ പിടച്ചിൽ കണ്ടിട്ട് ചിലപ്പോൾ വെള്ളത്തിലുള്ള മീനുകളൊക്കെ വിചാരിക്കുമായിരിക്കാം അത്രയ്ക്ക് അടിപൊളി ഇരയായിരുന്നു, അതുകൊണ്ടാണ് സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുന്നത്. അതുകൊണ്ട് അവരും ചൂണ്ടക്കുളത്തുകൾ തേടി അന്വേഷിച്ച് നടക്കും. ഇതൊക്കെ പല കോട്ടുകളിലും ഇങ്ങനെ കോമഡി രീതിയിൽ പറയുന്നതാണ്. പക്ഷെ അതിൽ വലിയൊരു സത്യമുണ്ട്. അതായത് വിവാഹം കഴിച്ച ഒരു സ്ത്രീയോടോ പുരുഷനോടോ നിങ്ങൾ ചോദിച്ചാൽ അതിൽ 99% ആളുകളും പറയുന്നത് എന്തായിരിക്കും? ഈ പരിപാടിക്ക് പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ്. കാരണം ഇപ്പോഴുള്ള തലമുറയ്ക്കൊക്കെ ഇത് വിവാഹം കഴിക്കാതെ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മൾ പല കാര്യങ്ങളും വലിയ സംഭവങ്ങളായിട്ടൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ ഏതാനും ആഴ്ചകൾ മാത്രം രസകരമായിട്ട് തോന്നുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാവും. പിന്നീട് നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ അനുസരിച്ച് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അടുത്തയാളെ നോക്കാനാണ്. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക്. ഒരാൾക്ക് ഒരു ഇണ എന്നുള്ളത് ആണിനോ പെണ്ണിനോ പ്രകൃതിയിൽ ഉദ്ദേശിച്ചിട്ടില്ല. സദാചാര വിരുദ്ധമായിട്ടല്ല പറഞ്ഞത്. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് ഇരിക്കുന്നത്. മനുഷ്യൻ ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ ജീവിക്കുന്നു. ഈ അടുത്ത കാലം വരെയും നമ്മൾ ഇതുപോലെ അല്ല ജീവിച്ചത്. ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഡിവോഴ്സ് റേറ്റ് 350% വർദ്ധിച്ചിരിക്കുന്നു. ഈ 350% അതെങ്ങനെയാണ് ശരിയാവുക? 100% അല്ലേ ആകെയുള്ളൂ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. അതിലേക്ക് പോകുന്നില്ല. എന്താണെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ഒരു 400-500 വിവാഹങ്ങളൊക്കെ നടന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെയധികമായിട്ട് കുറയുന്നുണ്ട്. അതായത് ഒരു 300 അല്ലെങ്കിൽ 200 വിവാഹങ്ങളൊക്കെയാണ് ഒരു ദിവസം കേരളത്തിൽ നടക്കുന്നത്. എന്നാൽ ഇതിനൊപ്പം നോക്കേണ്ട ഒരു കാര്യം, പണ്ട് ശരാശരി ഒരു ദിവസം ഒരു വിവാഹമോചന ഹർജിയൊക്കെ കോടതിയിൽ എത്തുന്നത് ഒരു 12 എണ്ണം 15 എണ്ണമായിരുന്നു. അതുപോലും വലിയ നമ്പറായിട്ടാണെന്ന് കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് ഈ കഴിഞ്ഞ ഇടയ്ക്ക് അതൊരു 70 ആയിരുന്നു. പിന്നീട് ഇപ്പോൾ ഒരു 100 കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ശരാശരി 100 അതായത് 200 വിവാഹങ്ങളൊക്കെ ഒരു ദിവസം നടക്കുന്നുണ്ടെങ്കിൽ 100 അല്ലെങ്കിൽ പകുതിയോളം വിവാഹമോചന ഹർജികളും കോടതികളിൽ എത്തുന്നുണ്ട്. അതായത് വിവാഹം കഴിക്കുന്നവരിൽ പകുതിയും ഡിവോഴ്സ് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കാണുക. അതായത് പണ്ടേ വിവാഹം കഴിച്ചവരും ഒക്കെ ഇപ്പോൾ ഹർജി കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഈ കണക്കുകൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇന്ന് മുതൽ അല്ലെങ്കിൽ ഭാവിയിലും ഒക്കെ നമ്മൾ നോക്കിയാൽ വിവാഹം കഴിക്കുന്നതിൽ പകുതി ആളുകളും ഡിവോഴ്സ് ആകാൻ, സെപ്പറേറ്റ് ആകാനാണ് സാധ്യതയെങ്കിൽ ഈ പരിപാടിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? മറ്റൊരു കാര്യം, വിവാഹം കഴിക്കുന്നതിൽ 2/1 വിവാഹമോചനത്തിന് തന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കോടതിയിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ, ഭൂരിഭാഗം ആളുകളും എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും എത്രമാത്രം കോംപ്രമൈസ് ചെയ്തും, അല്ലെങ്കിൽ ആളുകളുടെ മുൻപിൽ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ചീത്തപ്പേര് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇന്നതൊക്കെ മാറുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ കടിച്ചു പിടിച്ച് നരകയാതനകൾ അനുഭവിച്ചാണ് പല സ്ത്രീകളും പല പുരുഷന്മാരും ഒക്കെ പ്രത്യേകിച്ച് ജീവിക്കുന്നത്. അതായത് കേരളത്തിൽ പോലും ഇപ്പോൾ കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വിവാഹ ബന്ധത്തിന്റെ ആയുസ് പലരുടെയും കേസിൽ 3 മുതൽ 5 വർഷം വരെയൊക്കെ ആയിരിക്കുമെന്ന്. അത്രയധികമായിട്ട് ഡിവോഴ്സ് റേറ്റ് കൂടുകയാണ്. 350% ഇപ്പോൾ തന്നെ ആയിരിക്കുന്നു. അത് ഇനിയും വർദ്ധിക്കാൻ പോവുകയാണ്.
പണ്ടൊക്കെ നമ്മളിങ്ങനെ പറയുമായിരുന്നു, ഒരു ബന്ധവുമില്ലാത്ത രണ്ടുപേര്, ഒരാണും പെണ്ണും ഒരുമിക്കുമ്പോഴാണ് ബാക്കി എല്ലാ ബന്ധങ്ങളും ഉണ്ടാവുന്നത്. അച്ഛൻ, അമ്മ, കൂടപ്പിറപ്പുകൾ എന്നൊക്കെ തുടങ്ങി സഹോദരങ്ങളും ഒക്കെ. എന്നാൽ ഇന്ന് അതിനേക്കാളും പ്രധാനമായിട്ട് നമ്മൾ കേൾക്കുന്ന മറ്റൊരു കോട്ടെന്ന് പറഞ്ഞാൽ, ഏത് നിമിഷവും അവസാനിച്ചേക്കാവുന്ന, ഏത് ദിവസവും തീർന്നേക്കാവുന്ന ഒരു ബന്ധം മാത്രമാണ് ഭാര്യ ഭർത്ത ബന്ധം എന്നുള്ള ഒരു കാര്യമാണ്. അതും ചിന്തിക്കേണ്ടതാണ്. ഒരു അരനൂറ്റാണ്ട് മുൻപേയൊക്കെ തന്നെ യൂറോപ്പിലെ പല സിറ്റികളിലും ഒക്കെ ഇതിലും വലിയ കൾച്ചറൊക്കെ അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലൊക്കെ നടന്നത് പ്രധാനമായിട്ടും എന്താണെന്ന് നോക്കിയാൽ, ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഈ പറയുന്ന ലോക്ക്ഡൗണിൻ്റെ ഒക്കെ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ആ ഒരു സമയത്ത് ഇന്റർനെറ്റ് ചീപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും മൊബൈൽ ഫോണിലേക്ക് വല്ലാതെ അഡിക്റ്റായി. പുതിയ തലമുറ മാത്രമല്ല, പ്രായമായവർ പോലും ഇന്ന് ഫോണിലാണ്. കാണുന്നത് അനുകരിക്കുക എന്നുള്ളൊരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്കുമുണ്ട്. അപ്പോൾ ഈ മൊബൈൽ ഫോണിലൂടെ നമ്മുടെ പല ചിന്തകളും പല കാര്യങ്ങളും ഒക്കെ, അതായത് കണ്ടനുകരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഫോണിലൂടെ വന്നിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തെ തലമുറയുടെ ജീവിത രീതിയെ തന്നെ നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട്. പഴയതുപോലെയല്ല. ഒറ്റ കാര്യം നോക്കിയാലും മതി, ലോക്ക്ഡൗണിന് മുൻപും ശേഷവും കേരളത്തിൽ തന്നെ വിവാഹപ്രായത്തിൽ വലിയ വ്യത്യാസമാണ് വന്നത്. അതായത് പണ്ടൊരു 25 to 28 ആയിരുന്നുവെങ്കിൽ ഇന്ന് ഒരു 29 to 35 അത്രയും, പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ വളരെ ലേറ്റ് ആവുകയാണ്. അതായത് ശരാശരി പെൺകുട്ടികൾ പോലും 30 കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ ആൺകുട്ടികൾ ഒരു 35 അടുത്തിട്ടും, അല്ലെങ്കിൽ അവരുടെ യൗവനം തീരുന്ന സമയത്ത് തന്നെ വിവാഹം കഴിക്കുന്ന ഒരു ടെൻഡൻസിയിലേക്കൊക്കെ പോവുകയാണ്. ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ, ഇത്രയും വൈകിട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി പറയാൻ പോകുന്ന ഒരു ഫാക്റ്റ് കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചു എന്ന് വരില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നമ്മൾ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ നമ്മൾ പൊതുവെ കരുതുന്ന, അതിന് അമേരിക്ക ആണെങ്കിലും കാനഡ ആണെങ്കിലും പോട്ടെ, നമ്മുടെ ചൈന എന്ന് പറയുന്ന രാജ്യം തന്നെ എടുക്കുക, സൗത്ത് കൊറിയ എടുക്കുക, ജപ്പാൻ എടുക്കുക, ഇവിടെയൊക്കെ ആളുകൾ ശരാശരി വിവാഹം കഴിക്കുന്ന ഏത് പ്രായത്തിലാണെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. 40, 45 അങ്ങനെയൊക്കെയാണ് പോകുന്നത്. വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ശരാശരി ഏജ് ആണ് പറഞ്ഞത്. പക്ഷേ ഈ 40 വയസ്സ് വരെ ഒന്നും ഒരു ഇണയെ കണ്ടെത്താതിരിക്കുന്നില്ല. വളരെ ചെറുപ്പത്തിലെ തന്നെ, നമ്മുടെ ഇവിടെ പറഞ്ഞാൽ വലിയ പ്രശ്നമാകുന്ന അത്രയും കുറഞ്ഞ പ്രായത്തിൽ തന്നെ അവർ ഡേറ്റ് ചെയ്യുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു. അതായത് പലർക്കും ഇപ്പോൾ ബോഡി കൗണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും. ഇതിനൊക്കെ ശേഷമാണ് ഇവർ വളരെ നല്ലൊരു, അല്ലെങ്കിൽ ഇയാൾ എൻ്റെ പാർട്ട്ണർ ആവാൻ പറ്റിയ ഒരാളാണ് എന്നൊക്കെ തോന്നിയിട്ട്, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവും ഓൾറെഡി, എന്നിട്ടാണ് ഒരു മാരേജ് വേണമെന്നൊക്കെ ചിന്തിക്കുക. അതായത് ഇന്ന് നിലവിലത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് 2030 ആകുമ്പോൾ തന്നെ ലോകത്തുള്ള ആകെ സ്ത്രീകളിൽ പകുതിയും സിംഗിൾസ് ആയിരിക്കും എന്നാണ് പറയുക. അതിൽ നല്ലൊരു ഭാഗവും വിവാഹപ്രായം എത്തിയിട്ടും, അതായത് നമ്മൾ ഇത്ര നാളും കരുതിയിരുന്നത് പോലെ ആ ഒരു പ്രായം എത്തിയാലും വിവാഹം കഴിക്കുന്നില്ല എന്ന്, പെൺകുട്ടികൾക്കാണ് ഇത് കൂടുതൽ ടെൻഡൻസി. അതായത് ലോകത്ത് എങ്ങനെയാണോ, അല്ലെങ്കിൽ വികസിതമായ ഉയർന്ന ജീവിതനിലവാരത്തിൽ ജീവിക്കുന്ന ആളുകൾ എങ്ങനെയാണോ അതേ രീതിയിലേക്ക് തന്നെയാണ് നമ്മുടെ കേരളവും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പല വിദേശ രാജ്യങ്ങളിലേക്കുമൊക്കെ യാത്ര പോകുന്നുണ്ടാവും. അവിടുത്തെ സിറ്റികളും ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെയുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ, ജീവിത രീതി എങ്ങനെ, സംസ്കാരം എങ്ങനെ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറേ ഇല്ല. മലയാളികൾക്ക് പിന്നെയും അറിയാവുന്നത്, ഇപ്പോൾ ഗൾഫ് മലയാളികൾ ഒരുപാടുള്ളതുകൊണ്ട് ഫിലിപ്പീൻസുകാരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊരു ധാരണയുണ്ട്. അവരൊക്കെ ഇങ്ങനെയാണ് കേട്ടോ എന്നൊക്കെ പലരും ആശ്ചര്യത്തോടെ പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ ബോഡി കൗണ്ട് ഉള്ള ജനവിഭാഗം ഏതാണെന്ന് നോക്കിയാൽ നമ്മുടെ തുർക്കിയാണ്. ശരാശരി 40 പേരൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ സദാചാരം തകരുന്നേ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു മാറ്റമാണെന്നും കൂടെ അംഗീകരിക്കണം. അതിനൊപ്പം തന്നെ കാലം മാറുന്നതിനനുസരിച്ച് മാറി ചിന്തിക്കുക. വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ മാർക്കറ്റ് വുൾഫ് എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വളരെ സിമ്പിൾ ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷനാണിത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കേട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.